ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വാർത്തോദയത്തിലേക്ക് സ്വാഗതം. ഒരു വാർത്താ ദിനം ഫ്രഷ് ആയിട്ട് തുടങ്ങണം അല്ലേ? അതെ, അതിനു മുമ്പ് നമ്മുടെ ടാഗ് ലൈൻ പറയണം. അതെ, വെരി 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 ഗുഡ് മോർണിംഗ് ആഗോള മലയാളികളെ. എല്ലാവരും 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കീൻ, നല്ല ഭക്ഷണം കഴിക്കീൻ, ആരോഗ്യം നോക്കീൻ, വെള്ളം കുടിക്കീൻ, നടക്കീൻ. ഈ മുദ്രാവാക്യവുമായി, അതോടൊപ്പം തന്നെ എന്റെ ആരോഗ്യം എന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന മുദ്രാവാക്യവുമായി 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന മോർണിംഗ് വാക്ക് അഥവാ പ്രഭാത നടത്തത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അപ്പൊ ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ 2024 നവംബർ 25 തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ തുടക്കമാണ്. മാക്സിമം ഊർജമൊക്കെ എടുത്ത് നമ്മളൊരു ആഴ്ചയിലേക്ക് ഇനി നീങ്ങാൻ പോവാണ്. അപ്പോ വർദ്ധിത വീര്യം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങിയാലോ? എക്സ്ട്രാ എനർജി. അതെ, മലയാള മാസം പറയൂ. 1200 കൊല്ലവർഷം. വൃശ്ചികമാണ് മാസം, അറിയാലോ. ഇന്ന് 10-ാം തീയതി. എല്ലാം ആയിട്ടുണ്ട്. അതെ, അപ്പൊ എല്ലാവർക്കും ഒരു സൂപ്പർ പ്രഭാതം അഥവാ സുപ്രഭാതം. വെൽക്കം. നമുക്ക് ആരംഭിക്കാം മോർണിംഗ് വാക്ക്. യെസ്, അപ്പോ നമുക്ക് നടന്നു തുടങ്ങിയല്ലോ. അപ്പൊ മോർണിംഗ് വാക്കിൽ ഞാനും ക്രിസ്റ്റീനയും നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇന്നുള്ളത് എന്നൊരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവച്ചില്ല. തീർച്ചയായിട്ടും ഇത് കാക്കനാടിനടുത്ത് മണ്ണുക്കാവ് വാക്ക്വേ, അവിടെയാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. നമ്മൾ രാവിലെ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയതോട് പറയണ്ടേ? നമ്മൾ ഈ ലൈറ്റിലേക്ക് അതെ, പറ്റിയെന്ന് പറഞ്ഞാൽ മതി. അപ്പോ എനിക്ക് പറ്റിയത് പറയണ്ടേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ ഈ ലൈറ്റിലേക്ക് നോക്കിയിട്ട് തിരികെ ഫോണിലേക്ക് നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. എന്ത് ചെയ്യും? കണ്ണടിച്ചു പോയി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഈ വാക്ക് വേ എന്താണ് പറയാ, കുറച്ച് വർഷങ്ങളായിട്ട് മാത്രം നിർമ്മിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പേർ രാവിലെയും വൈകുന്നേരങ്ങളൊക്കെ വരാറുണ്ട്. അതിമനോഹരമായ ഒരു സ്ഥലം. അതെ, എറണാകുളം നഗരത്തിനിടയ്ക്ക് ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലമാണ്. ഇരുവശത്തും എന്താ പറയുക, ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ഭംഗിയായിട്ട് ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടെ പ്രകാശം വന്നു തുടങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് നല്ല രസത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരികയും ചെയ്യും. അതെ, അപ്പോൾ പ്രേക്ഷകർ വന്ന് കമന്റ് ബോക്സിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ വെരി 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 ഗുഡ് മോർണിംഗ് ടു ഓൾ പ്രേക്ഷകർ. നമ്മുടെ ആശ വിയെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നില്ല. എവിടെ പോയി എന്നൊന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് അന്വേഷിക്കാം. അപ്പോ നമുക്ക് നടത്തമുണ്ട്, അതിനൊപ്പം വാർത്തകളുണ്ട്. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് കടന്നാലോ? ആദ്യ വാർത്ത ഡൽഹിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇന്നലെ ഒരു സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയാം അല്ലേ? അതെ, കുറെ ബില്ലുകൾ വരുന്നുണ്ട്. വഖഫ് ബില്ലിന്റെ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ബില്ലുണ്ട്. ഒപ്പം തന്നെ ആവനാഴിയിൽ ഒട്ടേറെ ആയുധങ്ങളുമായിട്ടാണ് പ്രതിപക്ഷം എത്തുന്നത്. ഒന്ന് അദാനി, ഓരോന്നായിട്ട് ഇങ്ങനെ ചകചകാന്നെടുത്ത് വീശാൻ വേണ്ടി. മണിപ്പൂരിലെ നിലവിലെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കുറെ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ച് വലിയ പ്രതിഷേധം സർക്കാരിനെ കടുപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഒന്നൊരു യോഗമൊക്കെ ചേരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ കണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, നടപടികൾ, ഇതൊക്കെ ഒരു യോഗത്തിലൂടെ തീരുമാനിക്കുകയായിരിക്കും മനസ്സിലാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണം. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതിപക്ഷം ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാതിരിക്കാൻ, അവരെ ഒന്ന് സമവായത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു യോഗമായിരുന്നു. ഇനി കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണല്ലോ. കാരണം ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഇന്ന് പാർലമെന്റിൽ എന്ത് നടക്കാനാണ് സാധ്യത? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 16 ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ, 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി സർക്കാർ കണക്കാക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലാണ്. അതിപ്പോൾ JPC-യുടെ പരിഗണനയിലാണെങ്കിൽ പോലും ഈ ആദ്യ ആഴ്ച അവസാനത്തിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതി അധ്യക്ഷന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ബില്ലിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിയിരിക്കുന്നു. എന്നാൽ ആ യോഗത്തിൽ തന്നെ തങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾ ഏതെല്ലാം ആണ് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഘട്ടത്തിൽ അദാനിക്കെതിരെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. 1 വർഷത്തോളമായി വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ സജീവ ചർച്ചയായും പ്രതിഷേധവുമായും നിലനിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ JPC അന്വേഷണമാണ്
അടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, മണിപ്പൂരിലെ സംഘർഷം 1.5 വർഷമായി തുടരുന്ന സംഘർഷമാണ്. വിഷയത്തിൽ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ഈ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം ഇന്ന് അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം എന്നുള്ളത്. ഒപ്പം തന്നെ ഒട്ടനവധി ആയുധങ്ങൾ ഇത്തവണയുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഉന്നയിച്ച വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കൂടാതെ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണയും പ്രതിപക്ഷം ഉന്നയിക്കും എന്ന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് 10 മണിക്ക് മല്ലികാർജുൻ ഖർഗെയുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, അതായത് കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒന്നും തന്നെ ഇന്ത്യ സഖ്യം അതിൻ്റെ ഒരു യാഥാർത്ഥ്യ രൂപത്തിൽ ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലേറ്റ വലിയ ഊർജത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ സഭയിൽ എത്തുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടി ഇന്ത്യ സഖ്യവും വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ഒരു പുനരാലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിയാലോചന നടന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സഖ്യം ഇന്ന് സമ്മേളനത്തിന് മുമ്പായി യോഗം ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഇന്നത്തെ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി പ്രതിപക്ഷം തയ്യാറാക്കുക. കുന്തമുന അദാനി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കേരളത്തെ അത് വ്യക്തമാണ്. ബൽറാം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പ്രത്യേക പാക്കേജ് ആവശ്യമുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് ശക്തമാക്കുന്നുണ്ട് സർക്കാർ. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണുന്നുണ്ട്. അപ്പോൾ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാം. അതെ ബൽറാം, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, പ്രജിൻ, ഇന്ന് രണ്ട് വിധത്തിൽ കേരളത്തിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MP-മാർ വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുള്ള ചർച്ച, ഒപ്പം തന്നെ വയനാട് അടക്കമുള്ള ദുരന്തങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച എന്നിവ ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 3:30 പാർലമെന്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള വിഷയമാണ്. കൂടാതെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആവശ്യങ്ങളും ഉന്നയിക്കുമെന്നാണ് KV തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രത്യേക പ്രതിനിധി KV തോമസ് അയച്ച കത്തിനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൂടുതൽ ധനസഹായം നൽകാൻ കഴിയില്ല എന്നും കേരളത്തിന്റെ നിലവിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തന്നെ ആ പണം വിനിയോഗിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് കേന്ദ്രം സ്വീകരിച്ച ഒരു സമീപനം എന്നുള്ളത് സംസ്ഥാനം പൂർണ്ണമായ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ KV തോമസ് വ്യക്തമാക്കുന്നത് ഈ പുനരധിവാസ പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ, റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2000 കോടിയുടെ പാക്കേജാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്ര ആവശ്യങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായ ഒരു പ്രതികരണം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് KV തോമസ് പങ്കുവച്ചതും. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിരിക്കുന്നു. ഒപ്പം തന്നെ നിയമ പോരാട്ടവും നടക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു സമീപനം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, ബൽറാമിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൽറാമിന് എന്തായാലും ഇന്ന് തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. അപ്പൊ നമ്മുടെ ഈ നടക്കുന്നതിന്റെ 2 സൈഡിലും അതിമനോഹരമായ പൂക്കൾ, പല വർണ്ണങ്ങളിലും, മഞ്ഞ, ലാവൻഡർ, ഓറഞ്ച് ഒക്കെ കളറിലുള്ള പൂക്കളുണ്ട്, ചെടികളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ കമന്റ് ബോക്സിൽ ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഹാജരാണ്. അപ്പൊ പ്രജിനെ, നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മൾ TV ഒക്കെ കാണുമ്പോൾ എവിടെയോ ഇരുന്ന് ആരൊക്കെയോ കാണുന്നു എന്ന് അവതാരകർക്ക് തോന്നുന്നു എന്നല്ലാതെ ഇപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന മിനി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേര് പറഞ്ഞ് വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം ഇവരോട് നമ്മുടെ മലബാർ വാലി എന്ന് പറയുന്ന ആ ഒരു ഐഡിയിൽ നിന്ന് കുറെ ദിവസം മെസ്സേജ് വന്നപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നത് അതിന് ഉത്തരവായിരിക്കുന്നു. ഞാൻ ദിലീപ് PC, വയനാട്ടിലാണ്, കണ്ണൂർ കല്ലാമുറിയിൽ നിന്ന് മോർണിംഗ് വാക്ക് കാണുന്ന എൻ്റെ അമ്മയ്ക്ക് ഒരു ശുഭദിനം ആശംസിക്കണേ. അപ്പോ
ദിലീപ് PC-യുടെ അമ്മയ്ക്ക് ശുഭദിനം, സുപ്രഭാതം. താങ്ക് യു സോ മച്ച്. ഈ രാവിലെ നല്ലൊരു ദിനം അമ്മയ്ക്ക് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് പോകണം. ക്രിസ്റ്റീന, നമുക്ക് അറിയുന്നത് പോലെ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഒരുപാട് പ്രതീക്ഷകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വരുന്നു. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്കുള്ള കുറെ നാളത്തെ ആവശ്യം, ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലയിൽ അടക്കം ആൾക്കാർ വലിയ പ്രതീക്ഷയിലാണെന്ന് പറയാം. മാത്രമല്ല ഏറെ വൈകാരികമായി ഹൃദയത്തോട് ചേർത്ത് നിർത്തും വയനാട് ജനത, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. അതെ, മാത്രമല്ല ആ മേഖലയിലെ, പ്രത്യേകിച്ച് ആ ജില്ലയിലെ വളരെ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്, ആവശ്യമാണ് നല്ല സൗകര്യങ്ങളുള്ള, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അപ്പൊ അത് യാഥാർത്ഥ്യമാക്കും, അതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് നേരത്തെ തന്നെ ഈ പ്രചാരണ വേളയിലടക്കം പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ചികിത്സാ സൗകര്യം എത്രമാത്രം ഉണ്ട് അവിടെ, അല്ലെങ്കിൽ എത്രമാത്രം അപര്യാപ്തതയുണ്ട്, ഇതെല്ലാം നമുക്കൊന്ന് അറിയണം, പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ സ്പെഷ്യൽ സ്റ്റോറിയിലേക്കും സെബിലും നമ്മൾ കിടക്കുകയാണ് അല്ലേ. ചുരമിറങ്ങാതെ ചികിത്സ വേണം. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 2 എക്സ്റേ മെഷീനുകളുണ്ട്. OP കൗണ്ടറിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ്. ഈ അടച്ചിട്ട മുറിയിൽ എക്സ്റേ യൂണിറ്റ് വിശ്രമത്തിൽ. അത്യാഹിത വിഭാഗത്തിന് താഴെയുള്ള മറ്റൊരു യൂണിറ്റ് കൊണ്ടാണ് ഈ സംവിധാനം നിലനിന്നു പോകുന്നത്. എക്സ്റേ എടുക്കാൻ തിരക്കുള്ള സമയങ്ങളിൽ OPയിലും കാഷ്വാലിറ്റിയിലും വരുന്ന രോഗികൾ പുറത്തെ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഈ ആശുപത്രിക്ക് അടിയന്തരമായിട്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള CTയും MRIയും എക്സ്റേ മെഷീനും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ഗവൺമെൻറ് സജ്ജമാകേണ്ടതുണ്ട്. കേടുവരുന്ന സമയം 2-3 മാസം CT സ്കാൻ മുടങ്ങുകയും പിന്നെ പ്രവർത്തനക്ഷമമല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. അതുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു CT സ്കാനും MRIയും അടക്കം ഈ ജില്ലാ ആശുപത്രിയിൽ അത്യന്താപേക്ഷിതമാണ്. CT സ്കാനിന്റെ സ്ഥിതിയും ഇതുപോലെയെന്ന് ആശുപത്രിയിലെത്തിയവർ പറയുന്നു. 2012-ൽ MP ആയിരുന്ന MI ഷാനവാസാണ് CT സ്കാൻ മെഷീൻ കൈമാറിയത്. വലിയ തുക നൽകിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. MRI സ്കാനിംഗ് യൂണിറ്റ് ഇവിടെയില്ല. അതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. നിർധനരായ മനുഷ്യർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചുരമിറങ്ങാതെ വഴിയില്ല. നമുക്കിവിടെ ഒരു അത്യാവശ്യം വേണ്ടത് ഒരു MRI സ്കാനിംഗ് കൂടെയും നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായ ഒരു സംഭവം. നമ്മൾ രോഗികൾ എത്രയോ മരണപ്പെടാണ്ട് നമുക്കിവിടെ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ സ്ഥിതികൾ മൊത്തത്തിൽ മാറ്റം വരുത്തണം. നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെ പേരിലൊതുങ്ങാണ്ട് ഇവിടെ നിലവിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ അപര്യാപ്തതകൾ ഏറെയുണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണ്ടേ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മാറ്റം വേണം, തീർച്ചയായിട്ടും വേണം. എന്തായാലും ആ വാർത്താ പരമ്പര 24 തുടരും. ഒരുപാട് അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കൃത്യമായി വാർത്താ പരമ്പരയായി തന്നെ 24 മുന്നോട്ട് കൊണ്ടുപോകും. ഇത് നടപടി ഉണ്ടാവുകയും വേണം, മാറ്റങ്ങൾ ഉണ്ടാവുകയും വേണം. അപ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾ, മനോഹരമായ ആകാശം, മനോഹരമായ പ്രകൃതി, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും ഹരിതാഭയും, ഈ പറയുന്നത് പോലെ കോൺക്രീറ്റ് ഒരുപാട് ദൂരം നടക്കാനൊക്കെ വരുന്നുണ്ട്. അവർ നമ്മളെ കണ്ടിട്ട് അവിടെ നിൽക്കുക, നമ്മളെ നോക്കണ്ട, നിങ്ങൾ നടന്നോളൂ. അപ്പോ എനിക്ക് തോന്നുക നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ശരിക്കും ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു ഏരിയ കൂടിയാണ്. ആ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? ആദ്യം അവിടെ മാറി നിൽക്കുക. നിരീക്ഷിക്കുകയായിരുന്നു. അപ്പൊ അതാണ് നമ്മൾക്ക് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. പ്രേക്ഷകർക്ക് കുറച്ച് കഴിഞ്ഞാൽ ചില രസകരമായ കുറച്ചുകൂടെ നല്ല നല്ല ദൃശ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്ന മണ്ണാണ് മഹാരാഷ്ട്ര, നമുക്കറിയാം. പക്ഷെ ആരായിരിക്കും മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി എന്നറിയുമ്പോൾ 3 പേരുകളിലേക്ക് അതിങ്ങനെ ചുരുങ്ങുന്നുണ്ട്. ഇന്നലെ വരെ ഒരു ഫഡ്നാവിസ് എന്നായിരുന്നു. ഇപ്പോ ഈ പറയുന്നത് പോലെ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നത് കൊണ്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പ് ചാണക്യൻ എന്ന് പറയുന്ന, കിങ് മേക്കർ എന്ന് പറയുന്ന ലേബലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ചിലപ്പോൾ ഷിൻഡേക്കായിരിക്കും സാധ്യത എന്ന് പറയുന്നു. എന്നാൽ NCP ഒരു പ്രത്യേക ഘടകമാണ്. സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം 2 വിഭാഗങ്ങളായി പിരിഞ്ഞ ശേഷം അജിത് പവാറിന് ഒരു പവർ, വേറൊരു പവറാണ്. അതെ, പവാറിൽ ആർക്കാണ് പവർ? ശരത് പവാറിനാണോ അജിത് പവാറിനാണോ പവർ എന്നൊക്കെ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ പറയുന്ന 3 പേരും ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വാർത്തകൾ വരുന്നു.
ദേവേന്ദ്ര ഫട്നാവിസിന് മുഖ്യമന്ത്രിയായുള്ള സാധ്യത കൂടുതലാണ്. RSSന്റെ പിന്തുണ അദ്ദേഹത്തിനുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് അല്ലെ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കായതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഷിൻഡെയെ പരിഗണിക്കാൻ ഒരു സാധ്യതയുണ്ട്. സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുമെന്നാണ് നേരത്തെ സൂചന ലഭിച്ചിരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആരാന്ന് അറിഞ്ഞതിന് ശേഷമൊക്കെ സത്യപ്രതിജ്ഞയെ കുറിച്ച് ആലോചിക്കുന്നതല്ലേ നല്ലതെന്ന് കരുതിയിട്ടാവാം. അതിൽ ഒരു അവ്യക്തതയുണ്ട്. അതേസമയം നിലവിലെ നിയമസഭയുടെ കാലാവധി ഇന്ന് തീരുകയാണ്. നമ്മുടെ വിനോദ് നായർ, പ്രജിൻ ക്രിസ്റ്റീന ചെന്നൈയിൽ നിന്നാണെന്ന് പറയുന്നു. ചെന്നൈയിൽ നിന്നൊരു ഗുഡ് മോർണിംഗ്. നമ്മുടെ സീന മുഹമ്മദ് പറയുകയാണ്, പ്രജിനെ കണ്ടാൽ നോക്കാതിരിക്കാനാകുമോ? 24-ലെ പൃഥ്വിരാജ് അല്ലേ? ഇപ്പൊ 2 പൃഥ്വിരാജ് ആയി കഴിഞ്ഞു 24-ൽ. ഒന്ന് ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, ഇപ്പോൾ പ്രജിൻ സി കണ്ണൻ. അതെ, നമ്മുടെ മിനി ചേച്ചിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വൈകുന്നേരമാണ് നടത്തത്തിന് പോകുന്നത്, കാരണം രാവിലെ നമ്മളെ കാണണം എന്ന് പറയുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് കുഞ്ഞുമോൻ ചോദിക്കുന്നു. ഇന്ന് അവിടെ വിദ്യാഭ്യാസ ബന്ദ് ABVP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളോ കോളേജോ തീരുമാനിക്കും നിങ്ങൾക്ക് അവധി തരണോ വേണ്ടയോ എന്നുള്ളത്. ബന്ദ് എന്തായാലും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. നമ്മൾ നിൽക്കുന്നതിന് കുറച്ചടുത്തുള്ള കളമശ്ശേരി ഏരിയയിൽ നടന്ന ഒരു കൊലപാതകം, ജെയ്സി എബ്രഹാമിന്റെ കൊലപാതകം. ആ കൊലക്കേസിൽ 2 പേർ അറസ്റ്റിലായി എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഗിരീഷ് കുമാറും സഹായി ഖദീജ അല്ലെ, ഇവർ പിടിയിലായിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ മോട്ടീവ്? ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുക എന്നതാണ്. നമുക്കിതിന്റെ വിശദാംശങ്ങളുമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ശ്യാംകുമാർ ഉണ്ടോ? വേഗം തിരിച്ച് രാഹുൽ. ശ്യാംകുമാർ നിൽക്കുന്നിടത്ത് ശ്യാംകുമാർ നാടകീയമായി പറഞ്ഞോന്ന് പറഞ്ഞിട്ട് സ്റ്റാം ഇങ്ങനെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. വെരി ഗുഡ് മോർണിംഗ്. ശ്യാമ, പക്ഷേ അത്ര നല്ല വാർത്തയല്ല നമുക്ക് ആദ്യം പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. കാരണം ഒരു കൊലപാതക വാർത്തയാണ്, അതിന്റെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ആണ് ഇപ്പോൾ ഉള്ളത്. 2 പേര് പിടിയിലായിട്ടുണ്ടല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം നമ്മളായിരുന്നു ഈ ഡെയ്സി ഫ്ലാറ്റിൽ മരിച്ചു കിടക്കുന്നതായിട്ടൊരു വിവരം കൊടുത്തത്. പക്ഷെ അന്നത് കൊലപാതകമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറയാൻ പറ്റില്ലായിരുന്നു. തൊട്ടടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് തലക്കേറ്റ മുറിവ്. അവരുടെ പേര് ജെയ്സിയാണോ ഡെയ്സിയാണോ? ജെയ്സി എബ്രഹാം. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ഡോക്ടർമാരാണ് സംശയം പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അവരുമായി അടുത്ത ബന്ധമുള്ള 2 പേര്, ഒന്ന് ഗിരീഷ് കുമാറും ഒന്ന് ഖദീജയും. ആ ഗിരീഷ് കുമാർ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. ഖദീജ ഇവരുടെ പരിചയക്കാരിയാണ്. 2 പേരും സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമം അവരെതിർത്തപ്പോൾ അവരെ പിടിച്ച് തള്ളി നിലത്ത് വീണ് തലയടിച്ചാണ് അവരുടെ മരണം സംഭവിച്ചത്. ഈ കേസിലാണ് ഇന്നലെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒരാളെ ചോദ്യം ചെയ്തു പറഞ്ഞു വിട്ടു. 2 പേർ കൊലപാതകം നടത്തിയ ഗിരീഷ് കുമാറും ഖദീജയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ജെയ്സിയുമായിട്ട് ഇവർക്ക് മറ്റ് കണക്ഷൻസ് ഒന്നും ഇല്ല എന്നാണോ? ഇവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെ അല്ല നേരിട്ട് അടുപ്പമുണ്ട്. എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത്തരം വിവരങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി 2 പേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഈ എത്ര വർഷത്തെ ബന്ധം, കാരണം ഇവർ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വർഷങ്ങളുടെ പരിചയമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും അതിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഈ സ്വർണം കണ്ടെടുക്കാനുണ്ട്. സ്വർണത്തിന് വേണ്ടി മാത്രമായിരുന്നോ കൊലപാതകം എന്നുള്ളത് കൂടി അറിയാനുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടി പ്രതിയായ കേസാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. ആസൂത്രണം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ? തീർച്ചയായും അത്തരം വിവരങ്ങളൊക്കെ പോലീസ് തേടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സ്ത്രീ അതിൽ പ്രതിയായിട്ട് വരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്ത് ഒരു കൊലപാതക കേസിൽ ആദ്യ പ്രതികളിൽ ഒരാളായിട്ടൊരു സ്ത്രീ പ്രത്യേകിച്ച് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണം മോഷ്ടിക്കാനുള്ള ഒരു മോട്ടീവുള്ള കേസിൽ. ഈ മരിച്ച ഇവരൊക്കെ തന്നെ കുറെ നാളായിട്ട് ഈ കൊച്ചി തന്നെ ഉള്ളവരാണോ? കളമശ്ശേരി തന്നെ ഉള്ളവരാണോ? അത്തരം വിവരങ്ങളൊക്കെ ഉണ്ടോ? അവര് കൊച്ചിയിൽ 2 പേരും കൊച്ചിക്കാരാണ്, സമീപവാസികളാണ്. ഒരാള് ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നയാളാണ്. വളരെ പെട്ടെന്ന് പോലീസ് അന്വേഷണത്തിലേക്ക് എത്തി. നമ്മുടെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതികളെ പിടിച്ചത്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തി, അവരെ നിരീക്ഷണത്തിൽ വെച്ച് ഒരിടത്തും പോകാൻ സമ്മതിച്ചില്ല. വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ശ്യാമിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ശേഖരണം ഇത് തന്നെയായിരിക്കും. ഇതിന്റെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ വരും മണിക്കൂറുകളിൽ വരുമല്ലോ പുറത്തു. തീർച്ചയായും. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ മോട്ടീവ് എന്താണ്, ഈ സ്വർണ്ണമോഷണം മാത്രമായിരുന്നു എന്നുള്ള നേരത്തെ പ്രജിൻ ചോദിച്ച പോലുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം നമുക്കത് കൂടുതൽ വിവരങ്ങൾ മോർണിംഗ് ഷോയിലൊക്കെ പങ്കുവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ശരി ശ്യാം. ശരി, അപ്പോൾ ശ്യാം നടക്കല്ലേ? ശ്യാം നമ്മുടെ കൂടെ നടക്കുക. ഈ പറയുന്നത് പോലെ ഈ ആരോഗ്യ വർധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചീത്ത ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുക കേട്ടോ. ശ്യാമിന് അങ്ങനെ ചീത്ത ശീലമൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ചില വാർത്തകളൊക്കെ കൊണ്ടുവരിക എന്നതിനപ്പുറമായി ചീത്ത ശീലങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോശം ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിൽ പൂട്ടിക്കുക, ഇതൊക്കെയാണ് ശ്യാമിന്റെ പ്രധാനപ്പെട്ട അല്ലെ ഒരു ഹോബിയായിട്ട് വരുന്നത്. അങ്ങനെയാണ് ശ്യാം?
അങ്ങനെയാണോ? അങ്ങനെയില്ല, ആളുകളുടെ ആരോഗ്യം മോശമാക്കുന്ന ഹോട്ടലുകൾ കണ്ടാൽ നമ്മൾ വെറുതെ ഇവിടെ കറക്റ്റ്, അതാണ് പോയിന്റ്. നമ്മളും കഴിക്കുന്ന അതേ ഹോട്ടലുകളിൽ പിന്നെ അതെ, രാവിലെ ശ്യാം എഴുന്നേക്കുന്നത് തന്നെ സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന ആർക്കൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ്. അപ്പോൾ അവർക്ക് വരുമാനത്തിനൊന്നും പ്രശ്നം ഉണ്ടാകില്ല എന്നറിയുന്നു. അപ്പോൾ ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണ്ണാഭരണം പിന്നിൽ മോഷ്ടിക്കുക മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്നതിനപ്പുറമായി ചില എന്തെങ്കിലും ദുരൂഹതയുണ്ട്. അതെ, ആ ദുരൂഹതയൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. Yes. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് എന്നതൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പ്രസന്ന വരാലെ എന്നിവരുടെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഹർജിക്കെതിരെ കഴിഞ്ഞ ദിവസം സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഹർജിക്കാരന്റേതെന്നാണ് വനിതാ കമ്മീഷന്റെ ആരോപണം. ഈ ആരോപണം മുൻപും വന്നിരുന്നു. അപ്പോ ആ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാരും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് മറ്റൊരു വാർത്ത. ഇനി വേറൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ട്രിവാൻഡ്രത്താണ്. അതെ, അപ്പോ നമ്മള് ഇപ്പൊ പ്രജിനെ ഇമാജിൻ ചെയ്യുക, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മുടെ സോഫയിൽ 2 വെടിയുണ്ടയുടെ പാട് കാണുന്നു. നമുക്ക് എത്രത്തോളം ടെൻഷനും ആശങ്കയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് തന്നെയാണ് ഈ മുക്കുന്നിമലയിൽ ഇന്നലെ സംഭവിച്ചത്. വെടിവെപ്പ് പരിശീലനത്തിന്റെ വെടിയുണ്ട വീട്ടിൽ തറച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗം, അതിന്റെ അപ്ഡേഷൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആ തിരുവനന്തപുരത്തെ വാർത്തയിലേക്ക് പോവാം അല്ലെ. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസുകാർക്ക് നേരെയുണ്ടായ ഗുണ്ടാ ആക്രമണത്തിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്റ്റാംബർ അനീഷ് ഉൾപ്പെടെ 8 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഗുണ്ടകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ബർത്ത്ഡേ ആഘോഷം തടയാനെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗ് വാക്കിൽ പങ്കുവെക്കാനുള്ള വാർത്തയും ഈ പറയുന്ന പോലെ അത്ര സുഖകരമായ വാർത്തയല്ല. ഈ പറയുന്ന നെടുമങ്ങാട് മേഖലയിലൊക്കെ തന്നെ ഈ ഗൂണ്ട ആക്രമണം അത് പതിവ് സംഭവമായിട്ടുണ്ടല്ലോ. ഇതിപ്പം വന്ന് പോലീസുകാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും ആക്രമണങ്ങളും ആ മേഖലയിൽ കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ സഹോദരിയുടെ ബർത്ത്ഡേ പാർട്ടിയിലാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതും ആക്രമണം ഉണ്ടായതും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്താണ് ഇന്നത്തെ ഒരു പുതിയ അപ്ഡേറ്റ്? ഈ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികൾ, അവരെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ അവരുടെ പശ്ചാത്തലം ഇതൊക്കെ തന്നെ പോലീസിനോട് മനസ്സിലാക്കി കാണുമല്ലോ. പ്രജിൻ, ക്രിസ്റ്റീന, തീർച്ചയായിട്ടും അതായത് ഈ തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ പോലീസിന് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച കടനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇത്തരത്തിൽ പോലീസുകാരെ ഗുണ്ടകൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് സ്റ്റാംബർ അനീഷ് എന്ന് പറയുന്ന ആ കുപ്രസിദ്ധ ഗുണ്ട, ആ ഗുണ്ടയുടെ സഹോദരിയുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ നിരവധി ഗുണ്ടകളെ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് നിലവിൽ നമുക്ക് നൽകുന്ന വിവരം. ഇത്തരത്തിൽ ഈ ബർത്ത്ഡേ പാർട്ടി തടയാനായി എത്തിയ പോലീസുകാരെയാണ് ഈ സ്റ്റാംബർ അനീഷിന്റെ നേതൃത്വത്തിലുള്ള 10ഓളം ഗുണ്ടകൾ ആക്രമിച്ചതെന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നതിൽ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ SI, അതുപോലെ തന്നെ CI, ഒരു CPO എന്നിങ്ങനെ 3 ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ 3 പേരും ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ 10ഓളം ഗുണ്ടകൾ പങ്കെടുത്തതിൽ ഏറ്റവും പ്രധാനിയാണ് സ്റ്റാംബർ അനീഷ്. സ്റ്റാംബർ അനീഷ് കുപ്രസിദ്ധ ഗുണ്ടയാണ്, ഒപ്പം കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ആളാണ്. ഈ 8 പേരെയും ഇന്നലെ അവിടെ പങ്കെടുത്തതിൽ 8 പേരെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഈ പോലീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ അറസ്റ്റിലായ 8 പേരും വലിയ ഗുണ്ടാ ബന്ധങ്ങളുള്ളവരാണ്, ഗുണ്ടാ സംഘത്തിൻ്റെയൊക്കെ തലവന്മാരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് 20ഓളം ഗുണ്ടകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് സ്റ്റാംബർ അനീഷ് പ്ലാൻ ചെയ്തിരുന്നതെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രജന, ഒരു വളരെ ഹാപ്പി ബർത്ത്ഡേ ആയിരിക്കേണ്ടത് ഒരു വളരെ സാഡ് ആൻഡ് ട്രാജിക് ബർത്ത്ഡേ ആയ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശുചിത്വം മഹത്വം, ലഹരി പദാർത്ഥങ്ങൾ ഈ റോഡിൽ ഉപയോഗിക്കരുത്, പുകവലി മദ്യപാനം കർശനമായി നിരോധിക്കുന്നു. ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റിനെ കുറിച്ചും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളാണ്. ഇതിവിടെ പോകുന്നവരൊക്കെ ഇത് പാലിക്കുന്നുണ്ടെന്നായിരിക്കും എനിക്ക് തോന്നുന്നു. നഗരസഭ മാത്രമല്ല, ഇവിടുത്തെ ഈ പരിസരവാസികളൊക്കെ തന്നെ കൂടി ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു മേൽനോട്ടവും അതിന്റെ ചുമതലക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് വളരെ വൃത്തിയായിട്ട് നിലവിൽ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ല രസകരമായിട്ട് തന്നെ നല്ല ശുചിത്വ ബോധമുള്ള ആൾക്കാരായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വാക്ക് വേ അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്.
നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ, നമ്മുടെ കമന്റ് ബോക്സിൽ എപ്പോഴും ഒരു സ്റ്റംബർ വരുന്നുണ്ട്. അതാണോ ഇത്, അത് താനല്ലയോ ഇത് എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അയ്യോ അങ്ങനെ നമ്മൾ പിന്നെ പറയരുത് കേട്ടോ. ബീന ജെ, ഇതൊക്കെ കാണുമ്പോൾ മറ്റു ചാനലുകളും ഇനി നടക്കാനിറങ്ങും. ജോണി കെ രാവിലെയുള്ള നടത്തത്തിനിടയിൽ തെരുവുനായ്ക്കൾ ആക്രമണം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അബ്ദുൾ ഹമീദ്, നമ്മുടെ സ്ഥിരം ആൽഫ, വായിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന കമന്റുകൾ, അത്തരത്തിലൊരു ദുശീലം നിർത്തണമെന്ന് പറയുന്നുണ്ട്. ഷഫീർ മണ്ണാർക്കാട് പറയുന്നുണ്ട്, കമന്റ് ഉണ്ട്. റിയാസ് പി കെ, അർജുൻ രവികുമാർ KS. പി ബി പറയുന്നു, ക്രിസ്റ്റീന തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് മോർണിംഗ് ഷോ ചെയ്തുകൂടെ? 29 മുതൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നുണ്ട്. 9 ദിവസമാണ് ഉത്സവം എന്ന് പറയുന്നു. ക്രിസ്റ്റീനോടാണ്, എന്നോടല്ല അതെ, കേട്ടോ. കുറെ നാളായി രവികുമാറിനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ. Yes, നമുക്ക് നടന്നാലോ? അതെ, ഇരിക്കരുത്. ഇന്ത്യൻ പറയുന്നു മോർണിംഗ് വാക്കിന് മടിയാണ് എന്ന് പറയുന്നു. മടിയാണ് എന്ന് പറയരുത്, ഇന്ത്യൻ ആണ്. അപ്പോ നടക്കണം, ബ്രേക്ക് വേണം. മോർണിംഗ് വാക്ക് ഏതാണ്ട് മോർണിംഗ് റണ്ണിൽ ഇവിടെ ഒരുപാട് പേര് ഓടുന്നുണ്ട്, നമുക്ക് ഓടിയാലോ? എനിക്ക് ഓടണം ഓട്. പ്രജിൻ. അപ്പോ ചെറിയൊരു മോർണിംഗ് break ആണ്. വാക്ക്, ജോഗിംഗ്, ബ്രേക്ക്.